നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് കേരളത്തിലെ കോൺഗ്രസിനെ കുഴിവെട്ടി മൂടാനാണോ? ആണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നിരീക്ഷകരായ പലരും പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്, ആഹ്ലാദം നൽകുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ഒരു കോൺഗ്രസ് അനുഭാവിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സായി ഒത്തുചേർന്ന് പോകുന്നയാളോ അല്ല എന്ന് മാത്രമല്ല, കടുത്ത കോൺഗ്രസ് വിരോധിയും മോദിയെപ്പോലെ കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ കുഴിച്ചു മൂടാൻ പറ്റിയ ആ ഡീൽ ഉറപ്പിക്കാൻ ഏറ്റവും മിടുക്കൻ പ്രഗത്ഭൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണെന്നാണ് കോൺഗ്രസ് നിരീക്ഷകരെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ്. പലരും രാജീവ് ചന്ദ്രശേഖറിനെതിരെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ തങ്ങളുടെ കാലനാകുമോ എന്ന ഭയമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും ഉള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ടും സീറ്റും കൂടിയാൽ പിന്നെ മൂന്നാമതും കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. അക്കാര്യത്തിൽ CPM-നും ഉറപ്പാണ്, BJPക്കും ഉറപ്പാണ്, കോൺഗ്രസിനും ഉറപ്പാണ്. അപ്പോൾ ഏതാണ്ട് 10 സീറ്റുകൾ BJP പിടിക്കുന്ന അവസ്ഥയുണ്ടായാൽ, 10 വേണ്ട 5 സീറ്റുകൾ BJP വീണ്ടും പിടിക്കുന്നൊരവസ്ഥയുണ്ടായാൽ പിന്നെ കോൺഗ്രസ് മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുകയും പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസിൻ്റെ ശവക്കുഴി തോണ്ടുക എന്നത് ഉറപ്പിക്കാനുള്ള ദൗത്യവുമായാണോ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയിരിക്കുന്നത് എന്ന ഭയമാണ് കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും ഉള്ളത്. ആ ഭയത്തിന് ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഭയവും കൂടിയാണ്. കാരണം CPM-നെ ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണം എന്ന് BJP നേതൃത്വത്തിന് കലശലായ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു തവണ കൂടി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല. അവിടെ നിന്നും BJP-യിലേക്ക് വലിയൊരു ഒഴുക്കുണ്ടാകും. മുസ്ലിം ലീഗ് പോലുള്ള കക്ഷികളാകട്ടെ LDF-ൻ്റെ കൂടാരത്തിൽ അഭയം തേടുകയും ചെയ്യും. അതോടുകൂടി BJPക്ക് കേരളത്തിലെ തങ്ങളുടെ മിഷൻ എളുപ്പമാവുകയും ചെയ്യും. ഈ മിഷൻ, കേരള മിഷൻ പ്ലാനിൻ്റെ ഭാഗമായാണോ രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലേക്ക് കേന്ദ്ര BJP നേതൃത്വം അയച്ചത് എന്ന സംശയം വളരെ നന്നായി തന്നെ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കം ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ അങ്ങനെ ഒരു കടുത്ത ആക്രമണത്തിനൊന്നും അവർ മുതിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ RSS ഐഡിയോളജിയുള്ള ആളല്ലല്ലോ, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളൊന്നും രാജീവ് ചന്ദ്രശേഖറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നാണ് VD സതീശൻ പോലും പറഞ്ഞത്. കാരണം രാജീവ് ചന്ദ്രശേഖറും പിണറായി വിജയനും CPM നേതൃത്വവും കേന്ദ്ര BJP നേതൃത്വവും ഒക്കെ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പങ്ങൾ അത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കുമെന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായുണ്ട്. കോൺഗ്രസുമായി യാതൊരു നീക്കുപോക്കിനും തയ്യാറല്ലാത്തൊരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. മാത്രമല്ല K. സുരേന്ദ്രൻ പോലെയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളൊക്കെയോ BJPയുടെ തലപ്പത്ത് തുടർന്നാൽ BJPക്ക് CPM-മായി നേരിട്ട് ഒരു കൊടുക്കൽ വാങ്ങൽ നടത്താൻ ബുദ്ധിമുട്ടാകും. അത് കൊടുക്കൽ വാങ്ങലിന് പറ്റിയ ആളെന്നുള്ള നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിൽ BJP നേതൃത്വം അവതരിപ്പിച്ചത് എന്ന് പോലും കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നുണ്ട്. കാരണം CPM-യുമായുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക്, ഈ വ്യാപാരത്തിന് ഏറ്റവും പറ്റിയ ആൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണെന്നാണ് BJP നേതൃത്വം പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ BJP നേതൃത്വം നൽകുന്നുണ്ട്. അതുതന്നെ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് BJPക്ക് 6-7 സീറ്റ് നിയമസഭയിൽ നേടിയെടുത്തുകൊണ്ട് മൂന്നാം പിണറായി ഭരണവും BJP പ്രതിപക്ഷവും എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനാണോ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അവതരിപ്പിച്ചത് എന്നോർക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് മുട്ടിടിക്കുകയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് ഏതായാലും വെറുതെ അല്ല. അതിൽ CPM-നും BJPക്കും സന്തോഷവും കോൺഗ്രസ്സിന് സങ്കടവുമാണ് ഉള്ളത്.